പോളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. ഹേറ്റേഴ്സ് കുറവുള്ള ഒരു നടനാണ് നിവിൻ പോളി. നിവിൻ പോളിയുടെ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പടം വന്നപ്പോഴത്തേന് അത് 100 കോടി എത്തി എന്നുള്ളതാണ്. അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. സർവമായ 100 കോടി കഴിഞ്ഞു. അതിന്റെ കളക്ഷൻ 10 ദിവസം കൊണ്ട് 100 കോടി നേടി. അടുത്തൊരു ഹിറ്റ് ഉറപ്പിക്കാം. കാരണം ഇത് മിനിമം ഗ്യാരണ്ടി പടമാണ് അടുത്തത്. കാരണം ഇതിന്റെ സംവിധായകൻ വേറെ ആരുമല്ല, ഗിരീഷ് ഷേഡിയാണ്. ഗിരീഷ് ഷേഡിയുടെ നേരത്തെയുള്ള സിനിമകൾ നമുക്കറിയാം. പ്രേമലു, സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ദിനങ്ങളെല്ലാം സൂപ്പർ മെഗാ ഹിറ്റുകളാണ്. വലിയ വലിയ താരങ്ങളെ വെച്ചല്ല, ഇവരെല്ലാം വലിയ താരങ്ങളാക്കിയത് യഥാർത്ഥത്തിൽ ഗിരീഷ് ഷേഡിയാണ്. ഗിരീഷ് ഷേഡിയുടെ പുത്തൻ പടം നിർമ്മിക്കുന്നതും സൂപ്പർ ഹിറ്റ് പ്രൊഡ്യൂസർമാരാണ് ഭാവന സ്റ്റുഡിയോസ്. ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കർക്കൊക്കെ ചേർന്നിട്ടുള്ള ടീമാണ് ഭാവന സ്റ്റുഡിയോസ്. അവർ നിർമ്മിക്കുന്നു. ദിലീഷ് പോത്തൻ ഇവരുടെ ടീമിന്റെ, അതായത് ഗിരീഷ് ഷേഡി, ഭാവന സ്റ്റുഡിയോസിന്റെ അതിനകത്ത് നിവിൻ പോളി നായകനാകുന്നു. മമിത ബൈജു ഹിറ്റ് ജോഡിയാണ് അവരുടെ. മമിത ബൈജുവിനെ ഹിറ്റ് ആക്കിയതും ഈ പറഞ്ഞ ഗിരീഷ് ഷേഡി തന്നെയാണ്. ഇവരെല്ലാം ഒന്നിക്കുന്ന ചിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിനിമം ഗ്യാരണ്ടി ഷുവർ ഷോട്ടാണ്. ഒരു 100 കോടിയൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നൊരു പടമായിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വലിയ ത്രില്ലർ ജോണർ വരുന്നൊന്നും പടമല്ല. ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്നാണ് സിനിമയുടെ പേര്. ഒരു ചിരിക്കാനും ഒക്കെ ഒരു ഹാപ്പി മൂഡിലുള്ള പടം തന്നെയാണ്. അന്നേരം നല്ലൊരു സിനിമ ആയിരിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്ത ഒരു 100 കോടി മിനിമം പ്രതീക്ഷിക്കാവുന്നൊരു സിനിമയായിട്ട് നിവിൻ പോളിയുടെ ഈ പടം മാറുമെന്നുള്ളത് ഏകദേശം ഉറപ്പാണ്.